നിങ്ങൾ പരിതപിക്കും, നിങ്ങൾ സഹതപിക്കും, നിങ്ങൾ ആത്മവിമർശനം നടത്തും, നിങ്ങൾ ദുഃഖിക്കും. ഇന്ന് കേരളത്തിലെ ജനമനസ്സുകളെ വേദനിപ്പിച്ചുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ കൂട്ടാളികളും ഗുണ്ടകളും ക്രിമിനലുകളും ബോഡി ഗാർഡുകളും പോലീസുകളും പി ശശി എന്ന് പറയുന്ന ഗുണ്ടാ നേതാവ്, എന്റെ കണ്ണൂരിലെ ഗുണ്ടാ നേതാവ്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ നിർദ്ദേശത്തിൽ നടക്കുന്ന പോലീസ് പ്രവർത്തനങ്ങളിലും നിങ്ങൾ ദുഃഖിക്കും, നിങ്ങൾ ദുഃഖിക്കും, നിങ്ങൾ വ്യസനിക്കും, നിങ്ങൾ പരിതപിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ എന്റെ ഈ പ്രസംഗത്തിലെ ആദ്യ വാക്കുകൾ ഞാൻ ഉപയോഗിക്കുകയാണ്. എന്താണ് ഈ സംസ്ഥാനത്ത് നടക്കുന്നത്? ഇറങ്ങിപ്പോകാൻ വഴിയില്ല, ഇറങ്ങി നടക്കാൻ വഴിയില്ല. ഇദ്ദേഹത്തിന്റെ ഒരു യാത്ര, ഒടുക്കത്തെ യാത്ര, ആ യാത്ര കടന്നു പോകുന്നിടത്തൊക്കെ കടന്നു പോകുന്ന മുഴുവൻ ആളുകളെയും അടിച്ചും വെട്ടിയും നുറുക്കിയും വണ്ടി കയറ്റി കാല് ചതച്ചരച്ചും ഇടതുപക്ഷത്തിന്റെ ഗുണ്ടാ സംഘം മുന്നോട്ട് പോവുകയാണ്. എത്ര ദിവസമായി തുടങ്ങിയിട്ട്? എത്ര കുട്ടികൾ ആശുപത്രിയിൽ? എത്ര കുട്ടികളെ അറസ്റ്റ് ചെയ്തു? ആരെയാണ് അറസ്റ്റ് ചെയ്യുന്നത്? പോലീസിന്റെ മുൻപിലിട്ട് അടിച്ച, കൈയും കാലും പൊട്ടിച്ചവരെ പോലീസ് അവരുടെ പേരിൽ കേസെടുത്തവരെ അറസ്റ്റ് ചെയ്യുന്നു, അവരുടെ വീടുകളിൽ പോയി അറസ്റ്റ് ചെയ്യുന്നു. അടികൊണ്ടതും പോരാ, ഈ ഗുണ്ടായുസത്തിന് ഇരയായതും പോരാ, അതിനപ്പുറത്ത് ക്രിമിനൽ കേസിൽ പോലും നമ്മുടെ കുട്ടികൾ പോലീസുകാരന്റെ കസ്റ്റഡിയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോ ഇതെന്ത് ജനാധിപത്യം, എന്ത് ഭരണം? ഞാൻ ചോദിക്കുന്നു, കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രിമാർ വേറെയും ഭരിച്ചിട്ടില്ലേ ഈ സംസ്ഥാനത്ത്? ഇതുപോലൊരു മുഖ്യമന്ത്രിയായി ഇടതുപക്ഷക്കാരന്റെ മനസാക്ഷിയോട് ചോദിക്കുന്നു, ഇതുപോലൊരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇതുപോലെ ജനങ്ങളെ ദ്രോഹിച്ചൊരു മുഖ്യമന്ത്രി? എന്നിട്ട് ഈ നാടിന് എന്ത് കിട്ടി? ഈ നാട് സമ്പന്നമായോ? ഈ നാട് പുരോഗതിയിലേക്ക് പോയോ? ഇദ്ദേഹം ഉണ്ടാക്കിയ വികസനം എന്താ? 8 കൊല്ലമായി അദ്ദേഹം ഭരിക്കുന്നു. എന്ത് വികസനം? ഉമ്മൻചാണ്ടിയെ കണ്ടുപഠിക്കണോ? ഉമ്മൻചാണ്ടി ഭരിച്ചപ്പോ ഈ നാടിനുണ്ടായ വികസനം 1, 2, 3 എണ്ണി പറയാൻ നേട്ടങ്ങളില്ലേ? കേരളത്തിൽ ആദ്യമായ 6 മെഡിക്കൽ കോളേജുകൾ, എറണാകുളത്ത് മെട്രോ ട്രെയിൻ, ആ മെട്രോ ട്രെയിൻ തുടങ്ങിയത് ഉമ്മൻചാണ്ടി, വിഴിഞ്ഞം തുറമുഖം തുടങ്ങിയത് ഉമ്മൻചാണ്ടി. കണ്ണൂർ വിമാനത്താവളം ഉമ്മൻചാണ്ടി. എറണാകുളത്ത് തന്നെ ടെക്നോ സ്മാർട്ട് സിറ്റി, എറണാകുളത്തെ സ്മാർട്ട് സിറ്റി ഒക്കെ ഈ നാടിന്റെ വികസനത്തിന് ചിറക് വെച്ച ഓരോ അധ്യായങ്ങളാണ് ചരിത്രത്തിൽ. അതൊക്കെ നടപ്പിലാക്കിയ ഉമ്മൻചാണ്ടി ഈ നാണം കെട്ട പ്രവർത്തനം നടത്തിയിട്ടില്ല ഇവിടെ. ആ ഉമ്മൻചാണ്ടിയെ ജനങ്ങൾ ഹൃദയത്തിൽ കൊണ്ടു നടക്കുമ്പോ തങ്ങളെ കൊണ്ടുപോകുന്നത് നടന്നു പോകുന്ന തയഞ്ഞ ചെരുപ്പിന്റെ അടിയിലാണ് എന്ന് പിണറായി വിജയൻ ഓർക്കണം.